ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ കൊയിലാണ്ടിയുള്ള ആകാലപ്പുഴ എന്ന് പറഞ്ഞ പുഴയോരം. ഹേ വെൽക്കം ബാക്ക് ടു സി വിഷ്ണു വ്ലോഗ്സ്. അപ്പോൾ ഞാൻ നാട്ടിലെത്തിയിരിക്കുവാണ്. അപ്പോൾ ഇന്ന് അമ്മയുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ട്രിപ്പ് പോകുന്നുണ്ട്. ഒരു ബോട്ട് റൈഡ്, അല്ലെങ്കിൽ ബോട്ട് ഹൗസിലോട്ടാണ് നമ്മൾ പോണത്. ഒരു 5 ഹവേഴ്സുള്ള ഒരു റൈഡ് പോലെ പോണത്. അപ്പോൾ അത് അകാലപ്പുഴയിലാണ്, കൊയിലാണ്ടി. അങ്ങോട്ടേക്കാണ് പോണത്. ബസ് ഇതുവരെ വന്നില്ല, സ്റ്റിൽ വെയിറ്റിംഗ് ആണ് ബസ് വരുമോ നോക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് അടിച്ചു പൊളിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. ബസ് വന്നിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട്. ബസ് വന്ന് നമുക്ക് അങ്ങോട്ട് പോകണം. അപ്പോൾ ബസ് വന്ന് നമ്മൾ ബസ്സിൽ കയറും. അത് ഭയങ്കര സൗണ്ട് ആയതുകൊണ്ട് എൻ്റെ വോയിസ് എത്ര ക്ലിയർ ആണെന്ന് അറിയില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഔട്ട്ഫിറ്റ്. ഇത് രണ്ടും ഇത് ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിയതാണ്. നമ്മളെ കോട്ടയത്ത് പോയപ്പം ഇത് ഞാൻ ഇൻസൈഡൊക്കെ ചെയ്ത് കുറച്ച് ലുക്കാക്കി വെച്ചേക്കാം. പാൻറ്റ് നമ്മളെ ഡെക്കാത്തലോണിൽ എടുത്തതാണ്, മുമ്പേ എടുത്തതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഔട്ട്ഫിറ്റ് ഗൈസ്. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മളിന്ന് സ്റ്റൈൽ ചെയ്യുന്നത്. അപ്പോൾ അതുമാത്രമല്ല, ഇന്ന് ഇനിയിപ്പം അവിടെ ട്രിപ്പ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അവിടെ ഡാൻസ് അവിടെ എത്രമാത്രം എന്നെക്കൊണ്ട് വ്ളോഗ് എടുക്കാൻ പറ്റുമോ അറിയില്ല. പെട്ടെന്ന് നമ്മൾ വ്ളോഗ് എടുത്തിട്ട് എപ്പോഴാണെന്ന് വെച്ചാൽ അപ്ലോഡ് ചെയ്യും ഗൈസ്. ബസ് വന്ന് ഞാൻ ബസ് കയറിയ പാടന്നെ അവരൊക്കെ ഡാൻസ് കളിക്കാൻ തുടങ്ങിയിരുന്നു. ഭയങ്കര എൻജോയ്മെൻറ്റാണ്. കാരണം ശരിക്കും ഇങ്ങനെ ഒരു എൻജോയ്മെൻറ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. കാരണം അമ്മയുടെ പ്രായത്തിലുള്ള എല്ലാവരുടെ കൂടെയാണ് പോകുന്നത്. ആ ഒരു ദിവസത്തിൽ ഞാനും അവരുടെ കൂടെ എൻജോയ് ചെയ്യാൻ പോവാണ്. കാരണം അവർക്ക് കിട്ടുന്നത് ഈ ഒരു ദിവസമായിരിക്കും ഇങ്ങനെ എന്ത് വേണമെങ്കിലും ഡാൻസ് ചെയ്യാനും സന്തോഷിക്കാനും. അപ്പോൾ ഇവിടെ കുറേ ബോട്ട്സ്, ഹൗസ് ബോട്ട്സ് ഒക്കെ അവൈലബിൾ ആണ്. നമ്മൾ മുൻപേ ബുക്ക് ചെയ്തതാണിത്. വന്നില്ല നമ്മളെ ബോട്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ബോട്ട്. വന്നാൽ നമ്മൾക്ക് അതിൻ്റെ ഉള്ളിലോട്ട് കയറണം. അപ്പോൾ ഭയങ്കര വെയിലാണ് ഗൈസ്. നമ്മളെ ബോട്ട് വന്നു കഴിഞ്ഞ് ഞാൻ അതിലോട്ട് കയറാൻ പോവാണ് ഗൈസ്. എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. കുറേ ഒരു 1 ഇയറിന് ശേഷം ഞാൻ അതിലോട്ട് കയറാൻ പോവാണ്. അപ്പോൾ ബോട്ട് ഇതാ വന്നേക്കുന്നു. അപ്പോൾ നമ്മൾ അതിലോട്ട് കയറാൻ പോവാണ്. ഇതാണ് നമ്മളെ ബോട്ട്. അയ്യോ ഭയങ്കര വെയിലാണ് ഗൈസ്. നമുക്ക് പെട്ടെന്ന് ഉള്ളിലോട്ട് പോകാം. ഈ ഒരു ട്രിപ്പ് വന്നപ്പോൾ തൊട്ട് എൻ്റെ അമ്മ ഭയങ്കര ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. കാരണം എനിക്കും അമ്മേൻ്റെ കൂടെ പോയി ഇതിനൊരു സപ്പോർട്ട്, ഒരു ദിവസത്തെ ഒരു ഹാപ്പിനെസ് അവർക്ക് എന്തായാലും ഇതൊരു മറക്കാൻ പറ്റാത്തൊരു മെമ്മറി ആയിരിക്കും. അമ്മയ്ക്ക് മാത്രമല്ല അമ്മയുടെ ഫ്രണ്ട്സിനും. അപ്പോൾ ഞാൻ ഇത് പുറത്തു നിന്നൊക്കെ അതിൻ്റെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ അതിൻ്റെ ഉള്ളിലോട്ട് വലത് കാല് വെച്ച് കയറാൻ പോവാണ് ഗൈസ്. അപ്പോൾ അവിടെ എല്ലാവരും അങ്ങനെ ഇരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ പാട്ടും ഡാൻസൊക്കെ ഉണ്ടാവും. അത് നമുക്ക് വഴിയെ വീഡിയോയിൽ കാണാവുന്നതേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ നല്ല എൻജോയ്മെൻ്റ് ആയിരിക്കും, അത് ഉറപ്പാണ്. നമ്മൾ ഇവിടെ മാത്രമല്ല വടകര നമ്മൾ പോകുന്നുണ്ട് ഒരു സ്ഥലത്ത്. അപ്പോൾ അതും നമ്മുടെ വീഡിയോയിൽ അവസാനം കാണണം. അതുവരെ കണ്ടാലേ നമുക്ക് മനസ്സിലാവും ഏതൊക്കെയാണ് കാണുന്നതെന്ന്. ഈ ബോട്ടിൽ കയറി പാടും ഇവിടെ നിന്നുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ ഓർത്തു ഗൈസ്. മുന്നിലോട്ട് തന്നെ വന്നു ആ ഒരു ഫ്രണ്ട് വ്യൂ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടുന്ന് നല്ല വ്യൂ ആണ്. ഇപ്പോൾ പൊയ്ക്കൊണ്ടിരുന്ന ഏറ്റവും മനോഹരമായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്കതൊക്കെ കാണാം. ഞാൻ അതൊക്കെ കാണിച്ചിട്ടായിരിക്കും ഇവരെ ഡാൻസും കാര്യങ്ങളും ഒപ്പനയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഗൈസ്. അപ്പോൾ ഇവിടുന്ന് പുറപ്പെട്ടിട്ടില്ല. പുറപ്പെട്ട് കഴിഞ്ഞാലാണ് നമുക്കിതൊക്കെ കാണാൻ പറ്റുക. ഇപ്പോഴാണ് ഗൈസ് ശരിക്കും പുറപ്പെട്ടത് അവർ. അപ്പോൾ പുറകിലൊക്കെ ഓരോ ബോട്ടൊക്കെ കാണുന്നുണ്ട്. ശരിക്കും ഞാൻ ആലപ്പുഴ പോയി എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ നാട്ടിൽ തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ബെസ്റ്റാണ് കോഴിക്കോടൊക്കെ ഉള്ളവർക്ക് അങ്ങനെ പോകാനൊക്കെ. ഇതൊക്കെ കാണുമ്പോൾ പണ്ട് ഞാൻ ആലപ്പുഴയിൽ ഒരാഴ്ച നിന്ന് പോയതൊക്കെയാണ് ഓർമ്മ വരുന്നത്. അവിടെ കുറേ ബോട്ട് ഹൗസും ഒക്കെ ഇതെന്നെ ആലപ്പുഴയിലേക്ക് എത്തിച്ച പോലെ. നമ്മൾ അവിടെ നിന്നായിരുന്നു കയറിയത്. ആ പോയിന്റിൽ നിന്ന് നമ്മളിങ്ങനെ പതുക്കനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ വൈബാണ് ഗൈസ്. ശരിക്കും ഒരു ആലപ്പുഴ പോയൊരു ഫീല്. ഇതുപോലൊരു ബോട്ട് ഹൗസിൽ യാതൊരു പോയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ പോണത്. നല്ല വൈബായിട്ടുള്ള കാറ്റൊക്കെ കൊണ്ട് നമുക്കത് ഞാൻ എന്നും വീഡിയോയിൽ പറയുന്ന പോലെ നമുക്കൊരു സ്ട്രെസ്സോ എന്തെങ്കിലുമൊക്കെ ടെൻഷൻ ഉണ്ട് ഇവിടെ ചുമ്മാ ചില്ല് ചെയ്ത് ചുമ്മാ ഇവിടെ അങ്ങനെ നിന്നാൽ മതി. നിന്നിട്ട് എന്താ പറയുക, നമ്മളിങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ. ഇതൊക്കെയാണ് അമ്മയുടെ ഫ്രണ്ട്സ്. ഹായ് പറയൂ വീഡിയോയിൽ. ഹായ് പറയൂ. ഇതാണ് എന്റെ സ്വന്തം തീഷ്മേച്ചി. വീഡിയോയിലെ ഹായ് പറയണം. ഹായ് പറയൂ. ഞാനാദ്യം ക്യാമറയുമായി ചെന്ന് പെട്ടെന്ന് ഹായ് പറയാൻ പറഞ്ഞപ്പോൾ അവരുടെ ഫേസിലൊരു ഹൈനെസ് കണ്ടിരുന്നു. കാരണം പെട്ടെന്ന് വിചാരിക്കാതെ, പക്ഷെ ചിലരൊക്കെ ഹായ് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കാഴ്ചകൾ കണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൂരെ കുറേ ബോട്ടുകളും. ശരിക്കും ഞാൻ വീണ്ടും പറയുവാണ്, ഇത് ആലപ്പുഴയിൽ എത്തിക്കുന്ന പോലെയുണ്ട്.
പണ്ട് ഞാൻ കൊല്ലത്തും പത്തനംതിട്ടയിലൊക്കെ പോയി അവിടെയൊക്കെ ബോട്ട് കയറിയൊരു ഫീലുണ്ട് ശരിക്കും. കാരണം ഇവിടെ എൻ്റെ നാട്ടിൽ ഇങ്ങനൊരു സ്ഥലമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. നിങ്ങളും എന്തായാലും ഇതുപോലൊരു ഹൗസ് ബോട്ട് ഫാമിലി ആയിട്ട് എക്സ്പ്ലോർ ചെയ്യണം. എന്നാലും ഒരു ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ, ഒരു എൻജോയ്മെൻറ്റും ഉണ്ടാവുള്ളൂ. നമ്മൾ മലയും കാര്യങ്ങളൊക്കെ ഭയങ്കര വൈബാണ്, എൻജോയ് ചെയ്ത് തകർക്കും ഈ ട്രിപ്പ് നമ്മൾ പൊളിക്കും കഴിയും. അപ്പോൾ ഇതൊക്കെ ആസ്വദിച്ച് ടെൻഷനൊക്കെ ഇതുപോലെ യാത്ര ചെയ്ത് അടിച്ച് പൊളിക്കായി അതിലങ്ങ് കളയണം സങ്കടം, നമ്മുടെ സങ്കടമൊക്കെ ഉള്ളിൽ വെച്ച് ഇങ്ങനെ മറന്ന് കളയണം. അപ്പം ഞാൻ എന്തായാലും എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും നിങ്ങൾ ഞാൻ എടുത്ത വീഡിയോസൊക്കെ കണ്ടിട്ട് പോവാ, അതിൻ്റെ വ്യൂ ഒക്കെ അഗരപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ നീണ്ടു നിവർന്ന് നിൽക്കുന്ന ഒരു കായലാണ്. ഒരു പുഴ എന്നൊന്നും പറയാൻ പറ്റില്ല, കായൽ പോലെ കുറേ ബോട്ടും കാര്യങ്ങളൊക്കെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ശരിക്കും നമ്മുടെ ആലപ്പുഴയുടെ ഡ്യൂപ്ലിക്കേറ്റ് എന്നോ അല്ലെങ്കിൽ ആലപ്പുഴയുടെ ഒരു അനിയനാന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതുപോലെയുണ്ട്, മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വരുന്ന ബ്രിഡ്ജിൻ്റെ സൈഡിലൂടെയൊക്കെ പോകുമ്പോൾ നല്ലൊരു വ്യൂ ആയിരുന്നു കിട്ടിയിരുന്നത്. നല്ല ആസ്വദിക്കാൻ പറ്റും. കൂട്ടത്തിൽ അവരവിടെ നിന്ന് പാട്ടും ഡാൻസൊക്കെ ആകുമ്പോൾ ഞാനിവിടെ നിന്ന് സൈഡിൽ നിന്ന് ഈ വീഡിയോ ഒക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു. നമുക്ക് ഈ ബ്ലോഗ് മൊത്തം കവർ ചെയ്യണമല്ലോ, ഇതുപോലത്തെ സ്ഥലങ്ങൾ തന്നെയായിരിക്കും കാണുന്നത്. അതുകൊണ്ട് ഞാൻ ഇത് തന്നെ എല്ലാം കാണിച്ച് ബോറടിപ്പിക്കില്ല. ഇതിലെന്തായാലും അവരുടെ ഡാൻസ് വീഡിയോസും ഒക്കെ വെയിറ്റിംഗ് ആണ്. നിങ്ങൾ അവസാനം വരെ കണ്ടാലാണ് നമുക്കതൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്തായാലും അതൊക്കെ ഇപ്പോഴത്തെ വീഡിയോ കാണണമെന്നേ ഞാൻ പറയുള്ളൂ. നമ്മളിത് ഷോർട്സ് ആയിട്ടും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ലെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നത് ഗൈസ്. ഇത് നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന വ്യൂ ആയിരിക്കും. നിങ്ങൾക്ക് എന്താ ലൈഫിൽ ഒരു ടൈമെങ്കിലും ഇത് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. ഞാൻ പോയ അന്ന് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വെയിൽ കൊള്ളാതെ ഒരു സൈഡിൽ നിന്നായിരുന്നു ഇത് കണ്ടുകൊണ്ടിരുന്നത്. ഈ മലകളും കാര്യങ്ങളൊക്കെ കുറേ നേരം കാണുമ്പോൾ നമുക്ക് ബോറടി തന്നെയാണ്. എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ 5 മണിക്കൂർ ബോറടിക്കും എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇവരുള്ളത് കൊണ്ട് വൈബായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ദൈവം അനുഗ്രഹിച്ചതെന്ന് വേണേൽ പറയാം. കാരണം ഇവർ പണ്ട് പഠിച്ച 10ാം ക്ലാസ്സുകാരാണ്. അവർ ഇപ്പോഴാണ് മീറ്റ് ചെയ്ത് ഇതുപോലെ എൻജോയ് ചെയ്യുന്നത്. അവർ ഒന്നിച്ച് ഡാൻസ് കളിക്കുന്നതും അവർ അവിടെ നിന്ന് ഒരു സൈഡിൽ നിന്ന് തന്നെ ഡാൻസൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് വ്യൂസൊക്കെ ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അവർ പണ്ട് എൻജോയ് ചെയ്ത സംഭവങ്ങളൊക്കെ ഇപ്പോൾ അവർക്ക് ലൈഫിൽ തിരികെ കിട്ടി. അവരിപ്പോൾ എൻജോയ് ചെയ്യുകയാണ് ഈ ഒരു ദിവസം. ഈ ദിവസമൊക്കെ അവരുടെ തന്നെയാണെന്ന് വേണേൽ പറയാം. കാരണം അവർ എൻജോയ് ചെയ്യുവാണ്, ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരുടെ ഒരു മീറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. അവരുടെ പണ്ടത്തെ സ്റ്റോറീസും മെമ്മറീസൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യും. ഫുഡ് ഷെയർ ചെയ്യുന്നതും സ്കൂളിലെ അവരെ പോലെയൊക്കെ ആയിരുന്നു അവിടെ കഥയായിട്ടുണ്ടായിരുന്നു. എൻജോയ് ചെയ്യാൻ പറ്റി. അതിൽ എനിക്ക് ഇവിടെ വരാൻ സാധിച്ചതിൽ അവരോട് തന്നെയാണ് താങ്ക്സ് പറയുന്നത്. കാരണം ഇവർ ഒരു സൈഡിൽ നിന്ന് ഇപ്പോൾ ഗെയിംസും ഡാൻസൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ എന്തോ ഒരു ഗെയിമാണ് ഞാൻ അന്ന് ഷൂട്ട് ചെയ്തത്. നല്ല അടിപൊളി ഗെയിമായിരുന്നു. ഞാനും അതിൽ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡാൻസ് ഞാനും അവരുടെ കൂടെ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡിൽ നിന്ന് പരിപാടി തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് വേണേൽ പറയാം. കാരണം പാട്ടും ഡാൻസും ഗെയിംസും മാത്രമല്ല, ഇവരുടെ വാർഷികാഘോഷത്തിന് എന്തോ ഒരു ഡാൻസ് ഉണ്ട്, ഒപ്പനയും തിരുവാതിരയൊക്കെ. അതൊക്കെ കാണണം എൻ്റെ മക്കളെ. നല്ല ഡാൻസും കാര്യങ്ങളൊക്കെയാണ്. ഇവർ ഒപ്പനയൊക്കെ കളിക്കുന്നുണ്ട്. നമ്മളതൊക്കെ ഇടുന്നുണ്ട് വീഡിയോ. അതിൻ്റെ പുറകിലായിട്ട് തന്നെ എല്ലാം വരും. അപ്പം ഞാനിങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ബോട്ടിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കും. ഇത്രയും നേരം ഞങ്ങൾ ഗെയിംസും, കാരണം അമ്മയുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയല്ലേ വന്നത്, അപ്പോൾ പഴയകാലത്തെ ആൾക്കാരല്ലേ, അപ്പോൾ ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിരുന്നു പരിപാടി. ഇവിടെ ഇങ്ങനെ വൈബ് പിടിച്ച് വെയിലും കൊണ്ട് ഇല്ലെങ്കിൽ ഇവിടെ അത്ര വെയിലില്ല കഴിച്ച്. ഇവിടുന്ന് ഇങ്ങനെ പുറകു വശം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ. ഇതെവിടെ പോകണമെന്ന് അറിയില്ല, ചുമ്മാ ബോറിംഗ് ആണെങ്കിലും ഞങ്ങൾ കുറച്ചേരം ഗെയിംസൊക്കെ കളിച്ചിട്ട് ഇവിടെ ഒപ്പന നടക്കാൻ പോകണം. അതാണ് പുറകിലുള്ള ബഹളവും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നമ്മളിനി കുറച്ച് ഗെയിംസൊക്കെ കളിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒപ്പനയാണ്. അത് കഴിഞ്ഞാൽ ലഞ്ചായിരിക്കും കഴിച്ച്. ഇനി നമുക്കിവരുടെ ഒപ്പനയും കാര്യങ്ങളൊക്കെ കാണാം. അതാണ് ഇനി അടുത്ത പെർഫോമൻസ് നടക്കാൻ പോണേ. നല്ല രസമാണ് കാണാനൊക്കെ. ഞാൻ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യുമ്പോൾ അതിന് മുന്നൊക്കെ ഞാനിങ്ങനെ പലതവണ കണ്ട് ചിരിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല രസമാണ്. അതിലെനിക്കറിയുന്ന ദീഷ്മേച്ചിയാണ് പെണ്ണായിട്ടുള്ളത്. ഈ അമ്മയുടെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ഒപ്പന കളിക്കുന്നുണ്ട്. ഇവർക്ക് പണ്ടേ സ്കൂളിലൊക്കെ കളിച്ചിട്ടുണ്ട്, അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴാണ് ഇവർ വാർഷികാഘോഷത്തിനൊക്കെ കളിച്ചതുപോലെ ഇവർ ഈ ഒരു പരിപാടിക്കും കളിച്ചത്. നല്ല രസമായിരുന്നു അവിടെ ഇരുന്ന്
ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്യുകയാണ്. അമ്മയൊക്കെ ഫ്രണ്ടുമായിട്ട് കയ്യും അടിച്ച് സപ്പോർട്ട് ചെയ്യുവാണ് അവരുടെ ഡാൻസിന്. അവരുടെ കളിയും സ്റ്റെപ്സൊക്കെ കാണുമ്പോൾ എനിക്ക് ആദ്യം ചിരിയാണ് വന്നത്. നല്ല ആസ്വദിക്കാൻ പറ്റിയ ഒരു എൻ്റർടൈൻമെൻറ്റാണ്. കാരണം ഞങ്ങളുടെ ബോട്ടിന് മാത്രം ഒരു വെറൈറ്റി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ബോട്ടിൽ ഡാൻസും പാട്ടും ചിരിയും തമാശയും കാര്യങ്ങളും മാത്രം ഉണ്ടായിരുന്നു. എൻജോയ്മെൻറ്റിൻ്റെ അൾട്രാ ലെവലായിരുന്നു എന്ന് വേണേൽ പറയാം. കാരണം ഇത് നടക്കുമ്പോഴൊക്കെ മറ്റുള്ള ബോട്ടിൽ ചുമ്മാ അവർ നമ്മൾ എത്ര നേരം എന്ന് വെച്ചാൽ അങ്ങനെ ഇരിക്കുന്ന ബോറടിയും കാര്യങ്ങളായിരുന്നു. കാരണം മറ്റുള്ള ബോട്ടിൽ ഓരോ വർത്താനമൊക്കെ അല്ലാതെ ഡാൻസും പാട്ടൊക്കെ അല്ലാതെ ഇങ്ങനെ ഇതിൽ വെറൈറ്റി ആയിരുന്നു. കാരണം ഇവരുടെ വൈബാണ്. കാരണം ഇവരുടെ 90s അല്ല 80s വൈബാന്ന് വേണേൽ പറയാം. കാരണം അവരുടെ പണ്ടത്തെ ആ ഒരു വൈബ് ഇപ്പോഴും അവർക്ക് ഉണ്ട്, വിട്ടുപോയിട്ടില്ല ഗൈസ്. മറ്റുള്ള ബോട്ടിലൊക്കെ അവരൊക്കെ ഇങ്ങനെ ബോറടിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു, ഒരു ഈച്ചേരെ അടിച്ചിരിക്കുന്ന പോലെ എന്ന് വേണേൽ പറയാം. കാരണം അങ്ങനെ ആയിരുന്നു. പക്ഷേ ഈ ബോട്ടിൽ അങ്ങനെ ആയിരുന്നില്ല. ഞങ്ങളുടെ ബോട്ടിൽ നല്ല ഡാൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ മ്യൂസിക്കോടെ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടുമോ എന്നറിയില്ല. അതുകൊണ്ടാണ് ഞാൻ മ്യൂസിക് കേൾക്കാത്തത്. എന്തായാലും മ്യൂസിക് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച് നോക്കിയാൽ തന്നെ നല്ല രസമായിരിക്കും. ഇവരുടെ ആ ചിരിയും കളിയൊക്കെ കാണാൻ, ആ ഒരു ഓർണമെൻറ്റ്സും സ്റ്റെപ്സും ഒക്കെ കാണാനായിട്ട് അയ്യോ നല്ല കോമഡി ആയിരുന്നു. എപ്പോഴും അമ്മ ഇതുപോലെ ട്രിപ്പ് പോകുമ്പോൾ ഞാനും കൂടെ പോകും. കാരണം എനിക്ക് എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റും അമ്മയെപ്പോലെ തന്നെ. കാരണം അമ്മയുടെ എല്ലാ ട്രിപ്പിലും ഞാൻ പങ്കുചേരാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരെ സ്കൂളിലെ ട്രിപ്പ്. അത് കഴിഞ്ഞ് വയനാട് ട്രിപ്പൊക്കെ ഇത് കഴിഞ്ഞ് ഞങ്ങൾ പോയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ കമ്മിങ് സൂണാണ്. സോ നമുക്ക് ഈ ഒരു ട്രിപ്പ് എൻജോയ് ചെയ്യാം. ഇവരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും ആസ്വദിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ചാനൽ മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ സപ്പോർട്ടൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോസിലൂടെ കടക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഗ്രൂപ്പായിട്ടുള്ള ഡാൻസ് ആയിരുന്നു. ഈ ഒരു ഒപ്പനയും കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. ഇവരുടെ ഓൾറെഡി ഞാൻ ഒരു തവണ കണ്ടിട്ടുണ്ട് അവരുടെ സ്കൂൾ പ്രോഗ്രാമിൻ്റെ ആ സമയത്ത്. അതൊരു മീറ്റപ്പ് പോലെ ആയിരുന്നു. ഇതും നല്ല രസമുണ്ട്, എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. നല്ല രസമാണ് കാണാനൊക്കെ, നല്ല വൈബാണ്. മറ്റേ മണവാട്ടിയായിട്ടും മണവാളനായിട്ടും കളിക്കുന്നവരൊക്കെ നല്ല വൈബിലാണ്. പിന്നെ കുറേ പേര് സപ്പോർട്ട് ചെയ്യാൻ ഒത്തിരി പേരുണ്ട്. അവരിങ്ങനെ സപ്പോർട്ട് ചെയ്തും വീഡിയോ എടുത്തൊക്കെ ആസ്വദിക്കുന്നുണ്ട് ഗൈസ് അവിടെ. ഇങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പൊക്കെ റെയറാണ് കാണാനും കാര്യങ്ങളൊക്കെ. കുറേ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഐക്യമായിട്ടുണ്ടാവണമല്ലോ. അത് കഴിഞ്ഞ് അവർ അടുത്ത ഡാൻസിനുള്ള എന്തൊക്കെയോ പ്രിപ്പറേഷൻ ചെയ്യുമായിരുന്നു. ചെയർ വെക്കുന്നതും എനിക്ക് തോന്നുന്നു ഒപ്പനയുടെ തന്നെയാവും ബാക്കിൽ ആ ചേച്ചി റെഡിയാവുന്നതും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. എനിക്കാണ് ചിരി വരുന്നത്. അവർക്കൊക്കെ ഭയങ്കര രസമായിരുന്നു. അവർക്കിതൊക്കെയാണല്ലോ ഒരു വൈബും സന്തോഷവും സമാധാനമൊക്കെ. അവർക്കിതൊക്കെ ഇനി ഒരു കൊല്ലത്തേക്കുള്ളൊരു ഹാപ്പിനെസ് വരെ ആയിരിക്കാം. ഒക്കെ ഇറങ്ങുമ്പോൾ അവരെങ്ങനെ കാണുമെന്നറിയില്ല. കാരണം ഞാനും അവരുടെ കൂടെ ഇതുപോലെ ഹാപ്പിനെസ് ആയിട്ടാണ് എൻജോയ് ചെയ്തത്. അവിടുത്തെ അവരെ പോലെ തന്നെ എനിക്കും ഏറ്റവും സന്തോഷമായി. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ അവിടെ ഒരു ബോട്ട് ഓടിക്കുന്ന വീഡിയോ ആണ് എനിക്ക് എടുത്തു തന്നെ. എനിക്ക് ഏറ്റവും വലിയ ഡ്രീമായിരുന്നു ഇത് ഓടിക്കണം, ചുമ്മാ ഒന്ന് ട്രൈ ചെയ്യണം. നല്ല രസമാണ് ഗൈസ്, ഡ്രൈവിങ് ചെയ്യുന്ന പോലെ തന്നെ ഉണ്ട്, തിരിക്കുക മറിക്കുക. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ വ്യൂ ഒക്കെ ഒരു കുട്ടി എടുത്ത് കാണിക്കുന്നുണ്ട്. ബോട്ട് ഇങ്ങനെ പോകുന്നു, ശരിക്കും ബോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അവരവിടുന്ന് സൈഡിൽ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നത് മാത്രമാണ് എനിക്കിത് ഓടിക്കാൻ സാധിച്ചത്. എൻ്റെ ഒരു ഡ്രീം അങ്ങനെ സാധിച്ചു ഗൈസ്. അതൊരു ബക്കറ്റ് ലിസ്റ്റ് ആയിരുന്നു, അതും അങ്ങനെ നമ്മൾ കാണിച്ചു. പിന്നെ ബോട്ടിൻ്റെ കോൺടാക്റ്റൊക്കെ ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ വേണമെങ്കിൽ ഡീറ്റെയിൽ അന്വേഷിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത കാര്യം ശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് അവർ പിന്നെയും ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങി. കാരണം ഇത് അവസാനിക്കുന്നില്ല. കാരണം ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഓരോ ഡാൻസൊക്കെ തുടങ്ങിയിരുന്നു. പിന്നെ കുറച്ച് നേരമായപ്പോൾ എനിക്ക് തോന്നി ഇതിങ്ങനെ ബോട്ടിങ് തീരാറായോ എന്നൊക്കെ ഞാൻ ബാഗൊക്കെ എടുത്ത് വെച്ചു. അപ്പോഴാണ് മനസ്സിലായി ഇനി കുറച്ച് നേരം കൊണ്ട് നമ്മുടെ ബോട്ട് റൈഡ് ഇവിടെ അവസാനിക്കാൻ പോകുകയാണ് എന്നൊക്കെ. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി വേറെ സ്ഥലത്തോട്ട് പോവുകയാണല്ലോ. അപ്പോൾ അതുവരെ അവിടെ പാട്ടും ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അത് നമുക്ക് വേണമെങ്കിൽ എൻജോയ് ചെയ്യാം. അങ്ങനെ വൈബായിട്ട് തന്നെ ആഘോഷിക്കുന്നുണ്ട്. ഒരു കല്യാണത്തിന് പോയ ഫീലിലാണ് അവിടെ എല്ലാവരും ഡാൻസ് കളിക്കുന്നത്. പിന്നെ അവരുടെ ഒരു ദിവസമാണല്ലോ, ഞാൻ പറഞ്ഞ പോലെ അവരുടെ പഴയ കാലങ്ങൾ തിരിച്ചു വന്ന പോലെ ഉണ്ടാവും അവർ വിചാരിക്കാതെ തന്നെ. അപ്പോൾ അവരങ്ങ് എൻജോയ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് മാറി നിന്നു ഗൈസ്, കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച്. കാരണം എനിക്കും ഇതുപോലെയൊക്കെ കാണാനൊക്കെ എപ്പോഴെങ്കിലാണ് കിട്ടുള്ളൂ. ഞാൻ 2 വർഷം മുന്നേ പോയിട്ട് ഇപ്പോഴാണ് ഇതൊക്കെ ഒന്ന് കാണുന്നത് തന്നെ. നല്ല വൈബാണ്. ഇത് എത്ര നേരം കണ്ടാലും ചിലപ്പോൾ മതിയാവില്ല.
നേരം കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഈ ബോട്ടിൽ നിന്ന് പുറത്തു പോകും. അത് ഓൾറെഡി അവർ പറഞ്ഞു ഇത്ര ടൈമിൻ്റെ ഉള്ളിലാണ് 5 മണി എന്നൊക്കെ. അത് കഴിഞ്ഞ് നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോവേണ്ടതാണ്. എന്നാലും ഈ ഒരു ബോട്ട് എന്തായാലും നമ്മൾ മിസ് ചെയ്യും. ഇത്രയും നേരം ഇവിടുന്ന് ഡാൻസും പാട്ടൊക്കെ ആയിരുന്നല്ലോ. അവരുടെ കൂടെ ഒരു വൈബിങ് ആയിരുന്നു. 80s ബാച്ചായിരുന്നു. ഞാൻ നേരെ അതിന് പുറത്ത് കടന്നു. നമ്മളുടെ ബോട്ടിൽ നിന്ന് പുറത്ത് പോയി നമുക്ക് അവിടെ നിന്ന് അടുത്ത സ്ഥലത്തോട്ട് പോകാനുള്ളത് കൊണ്ട് നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വരുമായിരുന്നു. ഞാൻ അതിൻ്റെ മുന്നിൽ നിന്ന് ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുത്ത് ബോട്ടിനോട് നമ്മൾ ടാറ്റ ബൈ ബൈ എന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി നടന്ന് പോവുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ എത്തിയത് വടകരയുള്ള ഒരു സ്ഥലത്താണ്. ഇരിങ്ങൽ ഗ്രാഫ്റ്റ് വില്ലേജ് എന്ന് പറയുന്ന വടകരയുള്ള അതിമനോഹരമായ ഒരു സ്ഥലമാണിത്. അവിടെ കുറേ ഗ്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് വാങ്ങാനുണ്ടെങ്കിൽ വാങ്ങാം, നമുക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ കാണാം. അങ്ങനെയുള്ളൊരു തടാകം പോലെ ഒരു സ്ഥലമാണ്. അവിടെയാണെങ്കിൽ ബോട്ടിംഗ് സർവീസ് കാര്യങ്ങളുണ്ട്. നമ്മൾ ബോട്ടിൽ നിന്ന് വന്നതുകൊണ്ട് അവിടെ പോയില്ല. കാരണം ഓൾറെഡി ബോട്ടിൽ കുറേ നേരം ഇരുന്നിട്ട് എനിക്കാകെ മടുത്തിരുന്നു. ജസ്റ്റ് ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ ടയേർഡായി. അപ്പോൾ നമ്മൾ ബോട്ട് റൈഡിങ് കഴിഞ്ഞ് ഇങ്ങോട്ടാണ് വന്നത്. ഇവിടെ നമ്മളാണെങ്കിൽ കാഫിയൊക്കെ കുടിച്ചു. ഇനി ഇവിടെ ഒരു സംഭവത്തിൻ്റെ ഉള്ളിൽ ക്യാമറ അലോണാണെന്ന് അറിയില്ല. അത് സം ക്രാഫ്റ്റ്സ് ആണ്. അത് കഴിഞ്ഞ് കോഫിയൊക്കെ കുടിച്ച് ക്യാൻറ്റീൻ അവിടെയാണ് കാഫ്റ്റീരിയ. പിന്നെ വാഷ്റൂം അങ്ങനത്തെ ഒരു എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു പാർക്ക് പോലത്തെ ഒരു സെറ്റപ്പ് ഉള്ളതാണ്. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അവിടെ ആണ്ടേ ഒരു പാറയുണ്ട്, അതിന് ചുറ്റും ബോട്ടിങ്ങും കാര്യങ്ങളാണ്. അത് ഞാൻ പോയി കാണിച്ചു തരാം. അതേപോലെ തന്നെ ഉള്ളിൽ പോകണം. ഉള്ളിൽ ഞാൻ അധികം എടുക്കുന്നില്ല, പിന്നെ നമ്മൾക്ക് അലോ ചെയ്യില്ലെന്ന് വല്ലതും പറഞ്ഞാലോ, കാരണം നമുക്കത് എടുക്കേണ്ട ആവശ്യമില്ല. ബോറിംഗ് ആണ്, ഇറ്റ്സ് ബോറിങ്. സോ പിന്നെ നമ്മൾ അങ്ങോട്ടൊക്കെ പോകണമെന്നുണ്ട്. പക്ഷേങ്കിൽ അവിടെയൊക്കെ എന്താ ഉള്ളതെന്നൊന്നും എനിക്കറിയത്തില്ല. സോ ആ ഒരു പാറ മാത്രമേ ഞാൻ കാണിച്ചു തരാം. എൻ്റെ പുറകിലാണെങ്കിൽ കുഞ്ഞു ഭംഗിയുള്ളൊരു തടാകം പോലെ ഒരു സംഭവമുണ്ട്. അത് ജസ്റ്റ് ഭംഗിക്കുള്ളതാണ്. ഞാൻ ക്രാഫ്റ്റ് വില്ലേജിലാണ്. ഇവിടെ നല്ല അടിപൊളി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സാധനങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. കിടുവാണ്. ക്രാഫ്റ്റ് വില്ലേജിൽ നിന്ന് ഇറങ്ങാൻ പോകും. ഇവിടെ അങ്ങനെയൊന്നുമില്ല, ക്രാഫ്റ്റ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ആർക്കും ഷൂട്ട് ചെയ്തില്ല, വെറുതെ അവരുടെ പ്രൈവസി നമ്മൾ മാനിക്കണം. എന്നാൽ അടുത്തൊരു ട്രാവൽ വ്ളോഗുമായി കാണുന്നത് വരയ്ക്കും ബൈ ബൈ ഫ്രം CI വൈഷ്ണവി വ്ളോഗ്സ്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ്സ് രേഖപ്പെടുത്തുക. ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, സീ യു.